ലാലേട്ടൻ വന്നിട്ട് എന്തോ മഹാ സംഭവം ഉണ്ടായടാ. എന്നെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞടാ. ആരെ കുറിച്ച്? എന്നെ കുറിച്ച് ബിഗ് ബോസിൽ പറഞ്ഞ്. നിങ്ങളെ കുറിച്ചാണ് ഇങ്ങനെ അറിയാം? എന്ന് ലാലേട്ടന് മെസ്സേജ് അയക്കുന്ന ഒരു ഉമ്മ ഉണ്ട്. അയ്യേ, അത് നിങ്ങളെ കുറിച്ചൊന്നും ആയിരിക്കത്തില്ല. എന്നെ കുറിച്ചല്ലാതെ വേറെ ഏത് ഉമ്മയെ കുറിച്ച് പറയാൻ? എന്നെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്റെ അടുത്ത് കുറെ പേര് ഞാൻ കടയിൽ നിന്നപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ ഓടി വന്നത്. നിങ്ങളെ കുറിച്ച് ഇതിന്റെ അകത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞടാ. ഗൈസ് പറഞ്ഞ് എന്നെ കുറിച്ച്. ഉമ്മയെ പറ്റിയാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല, പക്ഷെ ഏതോ ഒരു ഉമ്മയെ പറ്റി ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചല്ലാതെ വേറെ ആരവിടെ ഇരുന്ന് റിവ്യൂ ചെയ്യുന്നത്? ഞാനല്ലാതെ ഒരു ഉമ്മയുടെയും ഭയങ്കരമായിട്ടൊരു അഭിമാന നിമിഷമാണ് ഞങ്ങളെ കുറിച്ച്. അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ല, എന്നെ കുറിച്ച് തന്നെ. എത്ര പേര് കാണുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മൾ ചെയ്തത്. ഒരുപാട് പേര് കുറ്റം പറഞ്ഞവരുണ്ട്, നാട്ടിലും വീട്ടിലും. ഇപ്പോഴും അംഗീകരിക്കാത്തവരുണ്ട്. പിന്നെ ഇപ്പം കുറെ പേരൊക്കെ കണ്ടതിന് ശേഷം അംഗീകരിച്ച കുറച്ച് പേരുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരു കാരണവശാലും നിർത്തൂല. 100 ദിവസം വരെ ഉമ്മയെ കൊണ്ട് ഞാൻ ഇത് പറയിക്കും. എന്നെ കുറിച്ചാടാ, എന്നെ കുറിച്ചാ പറഞ്ഞത്. എന്നെ കുറിച്ചല്ലാതെ വേറെ ആര് റിവ്യൂ ചെയ്യുന്നത്? എന്നാലും മോഹൻലാലിനെ പോലെ ഒരാള് നിൽക്കുന്നിടത്ത് നിന്ന് ഒരാൾ നിങ്ങളെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് അങ്ങനെ പറഞ്ഞടാ. എന്നെ ലോകം അറിയാൻ തുടങ്ങി. സന്തോഷമായി. പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരുടെ ഒരു കുറ്റവും പറയണ്ട. ഇന്ന് കുറ്റം പറയാതിരിക്കുന്നത് നല്ലത്. കാര്യം നിങ്ങളുടെ അനീഷിനെ വറുത്ത് കോരി ചട്ടിയിലാക്കി ചീനച്ചട്ടിയിലെടുത്ത് അടിക്കുന്നവിടെ. അത് രക്ഷകർത്താക്കൾ കുറ്റം കണ്ട മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അതിനകത്ത്. അപ്പൊ ഇന്ന് ആർക്കും കുറ്റമില്ല. അല്ല, ഇന്ന് കുറ്റം പറയുന്നത് മോശമല്ലേടാ? സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ നിങ്ങൾ നന്ദി പറയേണ്ടത്. നിങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും പ്രേക്ഷകരുടെ അടുത്താണ് നിങ്ങൾ നന്ദി പറയുന്നത്. പ്രേക്ഷകരുടെ ഷെയർ ചെയ്തും ഒരുപാട് പേര് കമന്റ് ഇട്ടത് കൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ ആളുകൾ കണ്ടതും നിങ്ങളെ കുറിച്ച് അതീ പറഞ്ഞത്. അതല്ലേ എന്റെ ജനങ്ങളടുത്തല്ലേ ഞാനിത് പറയുന്നത്. പക്ഷെ നിങ്ങളെ കുറിച്ചാണോ പറഞ്ഞതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങളെ പറ്റി ആണടാ. എന്റെ ജനങ്ങള് എന്നെ അവിടം വരെ കൊണ്ട് എത്തിച്ച് അത് പറയാൻ വേണ്ടി ആക്കി. എന്റെ ജനങ്ങള് കണ്ടോണ്ടിരിക്കുന്നത്. വലിയ ആളാകുമ്പോ എന്നെ മറക്കരുത്. വലിയ ആളാകുമ്പോ എന്നെ മറക്കരുത്. എന്റെ പ്രേക്ഷകരെ നിങ്ങളുടെ പിന്നിൽ എപ്പോഴും എന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അതുണ്ട്. എന്നാലും നമുക്ക് പ്രേക്ഷകർ വേണ്ടേ? അപ്പൊ എന്റെ അടുത്ത് വളരെ മാന്യമായിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടും കാര്യങ്ങൾ പറ്റത്തും. നിന്റെ അടുത്ത് മാന്യമായിട്ട് നിൽക്കുന്ന എന്തിനും നമ്മുടെ ജനങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് നിന്നാ പോരെ? എന്റെ പ്രിയപ്പെട്ട അല്ല പ്രിയപ്പെട്ട ജനങ്ങളല്ലേ, പ്രിയപ്പെട്ട ജനങ്ങളല്ലേ അത് പറയാൻ ഇടയാക്കിയത്. എന്നെ കുറിച്ച് തന്നെ മെസ്സേജ് ഫോണിൽ ഇഷ്ടം പോലെ ചിന്തിക്കാൻ പറ്റത്തില്ല മക്കളെ. ലവ് യു ഗെയ്സ്, ലവ് യു ഗെയ്സ്. നിങ്ങൾ കമന്റ് ഒരു സൗണ്ട് പോലും കേട്ടില്ല. ഇതിന്റെ ഇടയിൽ കളത്തിൽ അല്ല, വാട്സാപ്പിൽ തോന്നെ മെസ്സേജ് വരുന്ന എല്ലാരും പറയുന്നത്. ലാലേട്ടൻ ഇപ്പൊ തന്നെ അത് ആ ടാക്സ് അയക്കും. ഇപ്പൊ തന്നെ കാണുന്ന മനസ്സിലായല്ലേ? കാണുന്നുണ്ട്. എനിക്കിതുപോലെ സന്തോഷമില്ല.